അയത്തുള്ള അലി ഖൊമേനിയെ വധിക്കുമെന്ന് പ്രഖ്യാപിച്ചതിനു പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ ആർമി ചീഫിനെ വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചു. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാന്റെ ചീഫ് ഓഫ് ആർമി ഓഫീസർ അസിം മുനീറുമായി ട്രംപ് ഒന്നിച്ച് ആഹാരം കഴിക്കും. വൈറ്റ് ഹൌസിലെ അടച്ചിട്ട മുറിയിൽ ആയിരിക്കും ഇരുവരുടെയും രഹസ്യ സംഭാഷണം. ഇന്തോ പാക് യുദ്ധത്തിൽ ഇറാൻ ഇന്ത്യയുടെ പക്ഷത്തും പാകിസ്ഥാനെതിരും ആയിരുന്നു. പാകിസ്ഥാനും ഇറാനും തമ്മിൽ ബദ്ധവൈരികളും അതിർത്തിയിൽ വെടിവെപ്പും തർക്കവുമുണ്ട്. അതിനാൽ തന്നെ ഇറാന്റെ അയത്തുള്ള ഖൊമേനിയെ വധിക്കാൻ പാകിസ്ഥാന്റെ ഏജന്റുമാരെ നിയോഗിക്കുന്ന നിർണായകമായ നീക്കമാണ് ട്രംപ് നടത്തുന്നത് എന്നും ചോദ്യങ്ങൾ ഉയരുന്നു. ഒരു ഇസ്ലാമിക് രാജ്യത്തിന്റെ തലവനെ മറ്റൊരു ഇസ്ലാമിക് രാജ്യത്തിന്റെ ഏജന്റുമാരെ ഉപയോഗിച്ച് വധിക്കുക, ഇതാണോ ട്രംപ് ഒരുക്കുന്ന പദ്ധതി എന്നും സൂചന. എന്തായാലും പാകിസ്ഥാൻ ആർമി ചീഫിനെ രഹസ്യത്തിൽ വിളിച്ചു വരുത്തി സ്വന്തം വീട്ടിലെ തീന്മേശയിൽ തനിക്കൊപ്പം ഇരുത്തി ഭക്ഷണം വെറുതെ ട്രംപ് നൽകില്ലെന്നും ഉറപ്പ്. വിദേശ സൈനിക മേധാവിക്ക് US പ്രസിഡന്റ് ഉച്ചഭക്ഷണം നൽകുന്നത് അപൂർവമാണ്. അയൂബ് ഖാൻ, സിയാ ഉൾ ഹഖ്, പർവേസ് മുഷറഫ് തുടങ്ങിയ പാകിസ്ഥാൻ സൈനിക നേതാക്കൾ മുൻകാലങ്ങളിൽ US പ്രസിഡന്റുമാരെ വൈറ്റ് ഹൌസിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. എന്നാൽ അടച്ചിട്ട മുറിയിൽ രഹസ്യ വിരുന്ന് നൽകുന്നത് ഇത് ആദ്യമാണ്, അതും അനൌദ്യോഗിക ചർച്ച. മുനീറിനെ പാകിസ്ഥാന്റെ യഥാർത്ഥ നേതാവായി പരോക്ഷമായി അംഗീകരിക്കുന്നുണ്ട് എങ്കിലും ഇറാനെതിരായ നീക്കത്തിൽ പാകിസ്ഥാനെ ചാവേറാക്കാൻ എന്നും വിലയിരുത്തുന്നു. ഇറാനെതിരായ ആസൂത്രിത ആക്രമണങ്ങൾക്ക് വാഷിംഗ്ടൺ അദ്ദേഹത്തിന്റെ പിന്തുണയോ അല്ലെങ്കിൽ കുറഞ്ഞത് സമ്മതമോ തേടുന്നതായി തോന്നുന്നു. ഇസ്ലാമിക സമൂഹത്തിൽ ഇറാൻ ഒറ്റപ്പെട്ടതായി തുടരണമെന്നും പാകിസ്ഥാനിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നില്ലെന്നും ഉറപ്പാക്കാൻ USഉം ഇസ്രയേലും ആഗ്രഹിക്കുന്നു. പാകിസ്ഥാന്റെ അപകടകരമായ അവസ്ഥ അവരെ സമ്മർദ്ദത്തിന് ഇരയാക്കുകയും വിലയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ട്രംപിന്റെ സ്വേച്ഛാധിപത്യ സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ ഇറാന് പിന്തുണ നൽകില്ല എന്ന് ഉറപ്പ്. പാകിസ്ഥാൻ ആർമി മേധാവി നേരിട്ട് ട്രംപിന് ഉറപ്പ് നൽകിയേക്കും. ഇറാനെതിരായ ഇസ്രയേലിന്റെ ആക്രമണങ്ങളെ പാകിസ്ഥാൻ സിവിലിയൻ നേതൃത്വം ഔദ്യോഗികമായി അപലപിച്ചു. അവയെ ഇറാന്റെ പരമാധികാരത്തിന്റെ ലജ്ജാകരമായ ലംഘനം എന്നും ന്യായീകരിക്കാത്തതും നിയമവിരുദ്ധവുമായ ആക്രമണമെന്നും വിശേഷിപ്പിച്ചിരിക്കുന്നു. പാകിസ്ഥാന്റെ നിലവിലുള്ള ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിലെ നിലപാട് ഒന്ന് അറിയുക. അത് ഇങ്ങനെ: ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷ്താഖ് ധാർ ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ ഇറാനുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. പാകിസ്ഥാൻ ഇറാൻ സർക്കാരിനും ജനങ്ങൾക്കും ഒപ്പമാണെന്ന് പ്രസ്താവിച്ചു. ഇസ്രയേൽ ആക്രമണം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചതിനെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഒന്നിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഊന്നി പറഞ്ഞു. മുസ്ലിം രാജ്യങ്ങൾ ഇസ്രയേലുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെന്നും സംയുക്ത തന്ത്രം രൂപീകരിക്കാൻ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷന്റെ അടിയന്തര യോഗം വിളിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇസ്രയേലിന്റെ അപ്രഖ്യാപിത ആണവായുധ ശേഖരം പ്രാദേശിക സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് ആസിഫ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പാകിസ്ഥാനെ ഈ നിലപാടിൽ നിന്നും മാറ്റുകയും ഇറാൻ പക്ഷത്തു നിന്ന് പിന്മാറ്റുകയുമാണ് ട്രംപ് വിളിച്ച് ആഹാരം നൽകുന്നതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ട്രംപിന്റെ വിരുന്നിൽ പാകിസ്ഥാന്റെ മനസ്സ് മാറുമെന്നും ഖൊമേനിയുടെ വധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നും യുദ്ധവിദഗ്ധർ വിലയിരുത്തുന്നു. ഒന്നും കാണാതെ ട്രംപ് പാകിസ്ഥാൻ ആർമി ചീഫിനെ വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചു വരുത്തി രഹസ്യ ചർച്ചയും അടച്ചിട്ട മുറിയിൽ ഭക്ഷണവും നൽകില്ല എന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് കർമാനസ്.